അതായത് എനിക്ക് വളരെ ചെറുപ്പം മുതൽ എൻ്റെ പിതാവ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. GMVP സ്കൂളിലുള്ളൊരു മാഷായിരുന്നു. അതേസമയം പാപ്പ കോരങ്ങത്ത് പള്ളിക്കലത്തെ മുക്രിയായിരുന്നു. സ്കൂളിലെ അധ്യാപകനും കോരങ്ങത്തെ പള്ളിക്കലത്തെ ഒരു മുക്രിയായിരുന്നു. ഇങ്ങനത്തെ ആ മാഷ മകനായിട്ടുള്ള ഞാൻ എങ്ങനെ കലാകാരനായി എന്നുള്ളത് വലിയൊരു സംഭവമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 3-ോ 4-ലോ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറ്റിയിട്ട് കഥ പറയാനോ പാട്ട് പാടാനോ വേണ്ടിയിട്ട് എന്നെ സ്റ്റേജ് കൈ പിടിച്ച് നിർത്തിയ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ, ഒരു കൈ കോരങ്ങത്തെ പള്ളിക്കലത്തെ മുക്രിയും ഇവിടുത്തെ അധ്യാപകനുമായിരുന്ന എൻ്റെ വാപ്പ ഒരു കൈയും പിടിച്ചിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് നമ്മുടെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രംഗത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അന്ന് നമുക്ക് നമ്മളെ പിതാവ് തന്നിട്ടുള്ള പ്രോത്സാഹനം അത് വലിയൊരു പ്രചോദനമായി കൊണ്ട് നിലനിന്നു. അങ്ങനെയാണ് നാടക അഭിനയത്തിലും സംഗീതത്തിലുമൊക്കെ നമ്മൾ രംഗത്ത് വന്നത്. ആ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ ഞാൻ നാടകത്തിൽ അഭിനയിക്കാറുണ്ട്. പിൽക്കാലത്ത് കുറേ നാടകങ്ങൾ എഴുതി, കുറേ നാടകങ്ങളിൽ അഭിനയിച്ചു. ഒരു പ്രശസ്ത നടനുണ്ടായിരുന്നു, തിരൂർ വിജയൻ, കേട്ടിട്ടുണ്ടാവും. തിരൂർ വിജയൻ്റെ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങളെ പാരഗൺ ആർട്സിൻ്റെ നാടകങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അഭിനയിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു പ്രശസ്തമായ ഹാസ്യ നാടകമുണ്ട്, അപ്പുണ്യവൈദ്യരും മറ്റും, അഥവാ ചിന്താർമണി വൈദ്യശാല. 100 കണക്കിന് സ്റ്റേജ് ആ നാടകം ചെയ്തിട്ടുണ്ട്. അതിൽ അപ്പുണ്യവൈദ്യരായിട്ട് അഭിനയിച്ചിരുന്നത് ഞാനാണ്. വളരെ വളരെ പ്രസക്തമായ ഒരു നാടകമായിരുന്നു അത്. കണ്ടമാനം വേദികൾ കയറിയിട്ടുണ്ട്. അതിൽ പകൽപ്രായ പലരും അതിൽ പിന്നെ ഓരോരുത്തർ അഭിനയിച്ചു പോയിട്ടുണ്ട്. കുതിരവട്ടം പപ്പു ഒക്കെ ആ കാലഘട്ടത്തിൽ ആ നാടക ട്രൂപ്പിൽ അഭിനയിച്ചിരുന്ന ആളാണ്. ഒരു 5-6 പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള തിരൂരിൻ്റെ സംഗീതരംഗം, ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത്. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയുള്ള തിരൂരോ അല്ലെങ്കിൽ തിരൂരിൻ്റെ അവസ്ഥാവിശേഷമൊന്നും ആയിരുന്നില്ല. ചെറിയ ഇടുങ്ങിയ പാതകൾ, ചെറിയ റോഡ് സൈഡുകൾ, അതിൻ്റെ വശങ്ങളിലുണ്ടായിരുന്ന ചെറിയ കെട്ടിടങ്ങളുടെ മുകളിൽ ചിലതിനുണ്ടാവാം തട്ടും മാളികയൊക്കെ ഉണ്ടാവും. ഈ മാളികയുടെ മുകളിൽ നിന്നും എന്നും സായാഹ്നത്തിൽ ഹാർമോണിയത്തിൻ്റെയും തബലയുടെയും ശ്രുതിതാള ലയങ്ങൾ അന്തരീക്ഷത്തെ സംഗീത സാന്ദ്രമാക്കിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ, ഉന്നത കുലജാതനെന്നോ താഴ്ന്ന ജാതിക്കാരനെന്നോ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കുറേ നല്ല മനുഷ്യർ സംഗീതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു ജീവിച്ച കാലഘട്ടം. വൈകുന്നേരങ്ങളിൽ അങ്ങോട്ട് ക്ലബ്ബിൽ കയറിയിരുന്നാൽ പിറ്റേന്ന് പുലരുവോളം സംഗീതം ആത്രമായി ജീവിച്ചൊരു കാലഘട്ടം. ഇവർക്ക് പ്രചോദനമായിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്നും പ്രഗത്ഭരായ സംഗീത പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. ഉസ്താദ് മങ്കേഷ്കർ റാവു, കാസർഗോഡ് കുമാർ ഉസ്താദ് ബിച്ചമ്മു, വിൻസെൻ്റ് മാസ്റ്റർ തുടങ്ങി നിരവധി പ്രമുഖരായ സംഗീതജ്ഞർ, കലാകാരന്മാർ ഈ നമ്മുടെ നാട്ടിൽ വന്ന് ക്ലബ്ബുകളിൽ തമ്പടിച്ചുകൊണ്ട് സംഗീത അഭ്യസനം നടത്തിയിരുന്ന ഒരു കാലഘട്ടം. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ആ കാലഘട്ടത്തിൽ കുറേ സംഗീതജ്ഞർ നമ്മുടെ നാട്ടിലുണ്ടായത്. ആ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഹാർമോണിസ്റ്റ് മുഹമ്മദ് സാഹിബ്, തലഹംസാക്ക, കൺട്രി കുഞ്ഞുമൊയ്തീൻ കുട്ടിക്ക തുടങ്ങിയ ത്രയങ്ങളായിരുന്നു പ്രഥമമായും ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത്. പിൽക്കാലത്ത് ഈ ക്ലബിലുള്ള സംഗീത പഠനം ഊർജ്ജമായി തുടർന്നപ്പോൾ അതിൽ നിന്നും സംഗീതം അഭ്യസിച്ച് വന്നിട്ടുള്ള കുറേ നല്ല നല്ല കലാകാരന്മാർ, ഉസ്താദ് ഷാബായി, PPM മുഹമ്മദ് ഷാ, പുതുകായിൽ പുതിയ മാളിയക്കൽ മുഹമ്മദ് ഷാ എന്ന PPM ഷാബായി,
അതുപോലെ പൊട്ടച്ചോൽ അബ്ദുറഹിമാൻ, ഇവരൊക്കെയായിരുന്നു അന്നത്തെ പ്രഗത്ഭരായ സംഗീത പഠിതാക്കൾ. അതുപോലെ വിൻസെൻ്റ് മാസ്റ്ററുടെ ശിഷ്യരായിട്ടുള്ള KP മമ്മി, നമ്മുടെ ഫിറോസ് ബാബുവിൻ്റെ പിതാവാണ് KP മമ്മി. മൊയ്റ്റി, വൃക്ഷം മൊയ്തീൻ കുട്ടി എന്ന് പറയും. മൊയ്റ്റി നല്ലൊരു മാൻഡലിൻ ആർട്ടിസ്റ്റായിരുന്നു. മൊയ്റ്റിൻ്റെ മക്കളാണ് അസ്ലം, അഷ്കർ. ഇവരിൽ അസ്ലു എന്ന് പറയുന്ന ഏറ്റവും നല്ല കീബോർഡ് ആർട്ടിസ്റ്റ്, ഇന്ന് നമ്മുടെ ഭാരതത്തിൽ തന്നെ വിദേശത്തുമൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു കീബോർഡ് ആർട്ടിസ്റ്റാണ് അസ്ലം. അതുപോലെ വിൻസെൻ്റ് മാസ്റ്ററുടെ മക്കളായ ജോയ്, അതുമായി രാജു, ഇവരെല്ലാം ഇവരുടെ പിതാക്കളാണ് ഈ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നത്. KT ബാലൻ, മൊയ്റ്റി തുടങ്ങിയവരായിരുന്നു വിൻസെൻ്റ് മാസ്റ്ററുടെ പ്രഥമ ശിഷ്യന്മാർ. KP മമ്മി എന്ന് പറയുന്ന ആളാണ്, ഫിറോസ് ബാബുവിൻ്റെ ഫാദറാണ്. നല്ലൊരു ഗായകനായിരുന്നു മമ്മിക്ക. അതുപോലെ ആ കാലഘട്ടത്തിൽ ഹനീഫ് ബായ്, തിരൂരിലെ ഒരു പ്രശസ്തനായ, പിൽക്കാലത്ത് അടുത്ത കാലത്താണ് കാലഹരണപ്പെട്ടു പോയത്, ഹനീഫ് ബായ്, ഇവരെല്ലാം ആ കാലഘട്ടത്തിലെ ഗായകരായിരുന്നു. അന്നിവിടെ എവറസ്റ്റ് മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറമായിട്ട് ഇന്നും ആ ബിൽഡിംഗ് ഉണ്ട്. അതിലായിരുന്നു തലംസാക്കാൻ്റെ ക്ലബ്ബ് എന്നാണ് പറയുക. ഈ ക്ലബ്ബിലായിരുന്നു പ്രധാനമായും സംഗീത അഭ്യാസനവും നടന്നിരുന്നത്. അതിനുശേഷം നമ്മുടെ അഹമ്മദുണ്ണിക്ക എന്ന് പറഞ്ഞ അഹമുണ്ണിയാക്ക എന്ന് പറഞ്ഞ ഞങ്ങൾ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാനി സംഗീത വിദ്യാലയം നിലവിൽ വന്നു. ഹിന്ദുസ്ഥാനി സംഗീത വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായിരുന്നു വിൻസെൻ്റ് മാസ്റ്റർ. ഈ വിൻസെൻ്റ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ നിരവധി പ്രതിഭകൾ തിരൂരിൽ രൂപം കൊണ്ടു. ആ കാലഘട്ടത്തിൽ ഇവിടെ സംഗീതജ്ഞരായി കുറേ വിദ്യാർത്ഥികളും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ സമകാലീനരായിട്ടുള്ള ഉസ്താദ് യൂനസ് മാസ്റ്റർ എന്ന് പറയും. യൂനസ് നല്ല ഒരു കലാകാരനായിരുന്നു. ഹാർമോണിയവും തബലയും എല്ലാ വാദ്യോപകരണങ്ങളും വായിച്ചിരുന്ന നല്ലൊരു അന്തസ്സുള്ള കലാകാരനായിരുന്നു യൂനസ് മാസ്റ്റർ. അതുമാതിരി ഉണ്ണി, APP ഈശ്വർ എന്ന് പറയുന്ന ഉണ്ണി, ചന്ത് മാസ്റ്റർ തുടങ്ങി കമ്മക്കുട്ടി, നിരവധി പ്രതിഭകൾ, സംഗീത പ്രതിഭകൾ ആ കാലത്ത് തിരൂരിൻ്റെതായിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ഇന്നും, അതിലിപ്പോൾ മിക്കവാറും ആളുകളൊക്കെ കാലഹരണപ്പെട്ടു പോയി, അവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഈ ചന്ത് മാസ്റ്ററും ഉണ്ണിയൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട കലാകാരന്മാർ, പിന്നെ ആ കാലത്ത് ഈ ക്ലബ്ബുകളുടെ വാഴ്ചക്കാലഘട്ടത്തിൽ സായാഹ്നങ്ങളിൽ ക്ലബ്ബുകളിൽ മഹഫിലാക്കുകയും എന്നും വൈകുന്നേരങ്ങളിൽ ക്ലബ്ബുകൾ കയറിയിരിക്കുകയും പുലരുവോളം സംഗീതം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. പുതിയങ്ങാടിക്കാരായിട്ടുള്ള അഹമ്മദ് കുട്ടി മാസ്റ്റർ, അയാളുടെ അനിയൻ ആശാൻ എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ, പിന്നെ അല്ലൻ മാസ്റ്റർ, ഇതുപോലെ പുതിയങ്ങാടി നിന്നുള്ള കുറേ ആളുകൾ സംഗീതത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ആളുകളായിരുന്നു. ഇവരുടെ എല്ലാം ആ കാലഘട്ടം സംഗീതത്തിൻ്റെ ഒരു വസന്തകാലമായിരുന്നു. തിരൂരിലെ സംഗീതത്തിൻ്റെ അസ്തമിക്കാത്ത ഒരു വസന്തകാലമായിരുന്നു അത്. ഈ മാളിക സംഗീതത്തിൻ്റെ പ്രതിഭകളായി അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ കൽക്കത്ത വേണു എന്ന് പറയുന്ന വേണുഗോപാൽ. വേണു വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ക്ലബ്ബുകളിലൊക്കെ ഇരുന്ന് സംഗീതമൊക്കെ പഠിച്ചിരുന്ന ആളാണ്. ഹാർമോണിയം തബലയൊക്കെ വായിക്കും. പക്ഷേ വേണു വളരെ ചെറുപ്പത്തിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം നയിച്ച് കൽക്കത്തയിലേക്ക് പോയി. കൽക്കത്തയിൽ പോയിട്ടാണ് വേണു തൻ്റെ കുടുംബജീവിതം, ഞങ്ങളൊക്കെ ഗൾഫിലേക്ക് പ്രവാസം നടത്തിയപ്പോൾ വേണു പോയത് കൽക്കത്തയിലേക്കായിരുന്നു. കൽക്കത്തയിൽ നിന്നാണ് വേണുവിന് കുടുംബം ഉണ്ടായതും 2 കുട്ടികളുണ്ടായി, ശ്രീനാഥും ഈ അശ്വതിയും. ഈ 2 കുട്ടികളെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പാരമ്യത്തിലെത്തിച്ചു. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയൊക്കെ എടുത്തു. ഇന്ന് ശ്രീനാഥ് എന്ന് പറയുന്ന വേണുവിൻ്റെ മകൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഗസൽ ഗായകനും കീബോർഡ് ഹാർമോണിയം പ്ലെയറൊക്കെയാണ്. അവൻ്റെ മകളും നല്ലൊരു കലാകാരിയൊക്കെയാണ്. വേണും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ ഇവിടെയുള്ള കലാകാരന്മാർ, ഈ
ചന്തുമാഷുക്കൊക്കെ പ്രായമായി, ഇപ്പോഴും അദ്ദേഹം രംഗത്തുണ്ടെങ്കിലും വളരെ ആക്റ്റീവല്ല. APP ഈശ്വർ, ഉണ്ണി, ഇവരൊക്കെ. പിന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കലാസമിതികളുണ്ടായിരുന്നു അവിടെ. ലളിത കലാസമിതി, പാരഗൺ ആർട്സ്, ബ്രിഡ്ജ് ആർട്സ്, ഫ്രണ്ട്സ് ആർട്സ് തുടങ്ങിയ കുറേ ക്ലബ്ബുകളുണ്ടായിരുന്നു ഇവിടെ. ഈ ക്ലബ്ബുകളിലെല്ലാം തന്നെ സായാഹ്നങ്ങളിൽ സംഗീതം ഉണ്ടായിരുന്നു. KX ആൻഡോ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നല്ലൊരു ഹാർമോണിസ്റ്റും ഗായകനും ഒരു സംഗീതക്കാരനൊക്കെയാണ്. മാഷെന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ കുറേ ഗായകരായിട്ട്, ആ കാലഘട്ടത്തിൻ്റെ ഗായകരായിട്ടുള്ള കുറേ നല്ല നല്ല കലാകാരന്മാർ തിരൂരിൻ്റേതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രശസ്തനായിട്ടുള്ള ഫിറോസ് ബാബു, അതുപോലെ ഷബീർ, പിന്നെ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ സരിത റഹ്മാൻ, യമുന, ഫാത്തിമ തുടങ്ങി കുറേ പാട്ടുകാർ, മോളി റാവു, ഇവരൊക്കെ ഇപ്പോഴും ഈ രംഗത്തുണ്ട് സജീവമായിട്ടില്ലെങ്കിലും. നരൻ ചെമ്പൈ നല്ലൊരു ഗായകനാണ്. നാരായണൻകുട്ടി എന്ന് പറയുന്ന നരൻ ചെമ്പൈ, ഇവരെല്ലാവരും ഇന്നും സജീവമായിട്ട് സംഗീതത്തിലുണ്ട്. പിന്നെ കമ്മുകുട്ടി, ഒന്ന് സുഖമില്ലാതിരിക്കുകയാണ് കമ്മുകുട്ടി. എല്ലാ ഇൻസ്ട്രുമെൻസും വായിക്കും. കമ്മുകുട്ടിയൊക്കെ തിരൂരിൻ്റെ കലാരംഗത്ത് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. കുറേ നല്ല നല്ല കലാകാരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കമ്മുകുട്ടി. പരീക്കുട്ടി, അബ്ദുള്ളക്കുട്ടി, ഇങ്ങനെ കുറേ. പിന്നെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുറേ പ്രശസ്തരായ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന കുറേ പ്രശസ്തരായ കലാകാരന്മാർ നമ്മുടെ തിരൂരിൻ്റേതായിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അസ്ലം, ഹക്കീം എന്ന് പറയുന്നൊരു തബലിസ്റ്റ്, പിന്നെ വിൻസെൻ്റ് മാസ്റ്ററുടെ മക്കൾ ജോയ്, രാജു, ഒരു ബാബു എന്ന് പറയുന്നൊരു കുട്ടി കീബോർഡ് ആർട്ടിസ്റ്റ്, പിന്നെ നമ്മുടെ പൊട്ടച്ചൽ അബ്ദുറഹ്മാൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് ഒരു ഹാർമോണിസ്റ്റ് KP സലീമുണ്ട്. KP സലീമിൻ്റെ മകൻ, അതായത് KP മമ്മിക്ക നമ്മൾ മേൽ പറഞ്ഞ ഫിറോസ് ബാബുവിൻ്റെ പിതാവ്, ഫിറോസ് ബാബുവിൻ്റെ സഹോദരിയുടെ മകനാണ്. അവൻ്റെ പേര് നല്ലൊരു ബെസ്റ്റ് തബലിസ്റ്റാണ്. ഈ കാലത്ത് അവൻ മദ്രാസിലായിരുന്നു പഠിച്ചിരുന്നത്. സമീർ സിക്കാനി പ്രശസ്തനായൊരു തബലിസ്റ്റാണ്, നന്നായി തബല വായിക്കും. ഇവരൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ കലാകാരന്മാരാണ്.